ശ്രീ വി ആർ സുനിൽകുമാർ. 15ാം നിയമസഭയുടെ 10ാം സമ്മേളനത്തിൽ ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിന് ബഹുമാനപ്പെട്ട MLA ഇ ചന്ദ്രശേഖരൻ അവതരിപ്പിച്ച നന്ദിപ്രയ ചർച്ചയ്ക്ക് ഒരുങ്ങുമ്പോൾ മലയാളികളുടെ ജനാധിപത്യ സഭയെ അതിരുവിട്ട് ആക്ഷേപിച്ച ഗവർണറോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തട്ടെ. സാർ, എൻ്റെ ഗവൺമെൻറ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കേണ്ട നയപ്രഖ്യാപന ചർച്ച ഒരു ചിറ്റമ്മ നയത്തോടെയാണ് ബഹുമാനപ്പെട്ട ഗവർണർ അവതരിപ്പിച്ചത്. സാർ, വിവരമുള്ളവരും വിവേകശാലികളുമായ കേരളീയ ജനത ഇതിനകം തന്നെ അദ്ദേഹം പുലർത്തുന്ന കേരള വിരുദ്ധതയോടുള്ള നയം വ്യക്തമായി കഴിഞ്ഞു. സാർ, നയപ്രഖ്യാപനത്തിൽ കേരളത്തെ ഇന്ത്യക്കും ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച കേരളീയം പരിപാടികളെക്കുറിച്ചും നവകേരള സദസ്സിനെക്കുറിച്ചും പറയുന്നുണ്ട്. സാർ, പെരുമഴക്കാലത്ത് കേരളം നടത്തിയ ദൂർത്തെന്ന പ്രതിപക്ഷ നേതാവ് അധിക്ഷേപിച്ച കേരളീയം ഓരോ മലയാളികളുടെയും പുതുലോക ഭാവനയെയും നൈപുണ്യത്തിൻ്റെയും ഹൃദ്യമായ ആതിഥേയത്തിൽ ലോകത്തിന് മുന്നിൽ വരച്ചു കയറ്റുകയാണ് ചെയ്തത്. സത്യത്തിൽ മലയാളികളുടെ ആത്മാഭിമാനം ആകാശമുട്ട വളർത്തുന്ന ദിനങ്ങളായിരുന്നു കേരളീയത്തിൻ്റേത്. മഴ എന്ന മഹാപരാധം നിറഞ്ഞ പ്രതിപക്ഷ അംഗങ്ങളോടുള്ള അനുകമ്പ ദയ രേഖപ്പെടുത്തുന്നതോടൊപ്പം ചരിത്രത്തോടൊപ്പം ഇനിയെങ്കിലും നിങ്ങൾ നീങ്ങിയില്ലെങ്കിൽ ദയനീയമായി ഒറ്റപ്പെടുമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. സാർ, നവകേരള സദസ്സ് ലോക ചരിത്രത്തിൽ ആദ്യമായി ക്യാബിനറ്റും മുഖ്യമന്ത്രിയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള ദിനങ്ങളായിരുന്നു. ജനങ്ങളുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും ആശയങ്ങളും അവരുടേതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അവരോടൊപ്പം നിന്നുകൊണ്ട് ചർച്ച ചെയ്യുവാനും അവരിൽ നിന്ന് ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ആശയങ്ങൾ നാളുകളിൽ നവകേരളത്തിൻ്റേതായിട്ടുള്ള പുനഃസൃഷ്ടിയിലേക്ക് മാറ്റപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു നവകേരള സദസ്സ് എന്നുള്ളത്. അതിനെ ആക്ഷേപിക്കുന്നതിലൂടെ തന്നെ അന്ന് നാം കണ്ടുകൊണ്ടിരുന്നതാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ അവരുടേതായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വേദികളായിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ ആ മഞ്ഞ പുതപ്പ് കൊണ്ട് പുതപ്പിക്കുവാനും ജനങ്ങളെ സ്തബ്ധരാക്കി നിർത്തുവാനും വേണ്ടിയൊന്നുമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത്. അവരിൽ നിന്ന് അവരുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാനാണ്. അങ്ങനെ ഒരു പുതിയ ചരിത്രത്തിലേക്ക് കേരളത്തിൻ്റെ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള വലിയൊരു കേരളത്തെ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് പുതിയൊരു ചരിത്രം കുറിക്കുവാനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ക്യാബിനറ്റും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത്. തീർച്ചയായിട്ടും അതൊരു ചരിത്രപരമായിട്ടുള്ള മാറ്റത്തിൻ്റെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരിക്കണം ജനാധിപത്യ സംവിധാനങ്ങളിലേക്ക് കേരളം മുന്നോട്ട് പോകേണ്ടത്, വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ചിന്തകളിലേക്കുള്ള ഒരു കാൽവെപ്പായിട്ടാണ് ഈ നവകേരള സദസ്സിനെ തീർച്ചയായിട്ടും കാണേണ്ടതായിട്ടുള്ളത്. നിങ്ങളുടെ പഴമുറകൾ കൊണ്ട് ഈ നക്ഷത്ര വെളിച്ചത്തെ മറച്ചു വയ്ക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് നവനൈപുണ്യ കേരളം, എന്താണ് കേരള മോഡൽ, എന്താണ് വികസനത്തിൽ ജനകീയത, എന്താണ് മതേതരത്വ പ്രബുദ്ധത, എന്താണ് സാംസ്കാരിക ഔന്നിത്യം, ഇത് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനത്തിൻ്റെ ഉള്ളടക്കം ബോധ്യമാകൂ എന്നുള്ള ബോധ്യം കൂടി മറുപക്ഷത്ത് ഇരിക്കുന്നവർക്കുണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ. UDF ഭരണകാലത്ത് പട്ടിപെറ്റ് കിടന്ന സർക്കാർ സ്കൂളിൻ്റെ വരാന്തയിലേക്ക് 10 ലക്ഷം കുട്ടികളെ വഴി നടത്തിച്ച പുതിയ പാഠ്യപദ്ധതിയും പുതിയ ബോധശാസ്ത്രവും ആഗോള നിലവാരത്തിലേക്കുള്ള കേരളത്തിൻ്റെ നാഭീനാള ബന്ധം യാഥാർത്ഥ്യമാക്കിയാണ് കേരളത്തിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മാക്സും ഐൻസ്റ്റീനും ടാഗോറും സ്വപ്നം കണ്ടൊരു ലോകമുണ്ട്. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്ന്, എല്ലാ ലോകവും ഒരുപോലെയാകട്ടെ എന്ന് മാക്സ് പറഞ്ഞ രീതിയിൽ സ്റ്റേറ്റ് വിതറവേ എന്ന് പറഞ്ഞുകൊണ്ട് ടാഗോറിൻ്റെ ചിന്തകളിൽ വരുന്ന ഇന്ത്യ എന്നുള്ള ചിന്തയിൽ നിന്ന് ഉപരിയായിട്ട് ലോകം തന്നെ തറവാടാകട്ടെ എന്ന ചിന്തകളിലേക്ക് മനുഷ്യ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല പരിശ്രമം നടത്തിയിട്ടുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലാണ്, പൊതുവിദ്യാഭ്യാസ മേഖലയിലാണ്, ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലാണ്. സർവ്വ മനുഷ്യനും ഒന്നായി കണ്ടുകൊണ്ട് ഒരേ ലോകത്തിനു വേണ്ടി ഒരേ ചിന്തകളിലേക്ക്, ഒരേ സംസ്കാരങ്ങളിലേക്ക്, ഒരേ അറിവുകളിലേക്ക് ഈ ലോകത്തെ
സാങ്കേതിക വിദ്യകളുടെ മാറ്റത്തിനനുസൃതമായിട്ട് ലോകത്തെ മാറ്റിയെടുക്കുകയും മനുഷ്യൻ്റെ ചിന്തകളെ തന്നെ ഒരുപോലെ കൂട്ടിയിണക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല മാറിയതിൻ്റെ ബലമായിട്ട് തന്നെയാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും ഒന്നടങ്ക് തൊഴിൽ ശാഖകളിലേക്കും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ അറിവിൻ്റെ മേഖലകളിലേക്കും കടന്നു വരുന്നതിനും പുതിയ അറിവുകൾ സാംശീകരിക്കുകയും ആ സാംശീകരണം കേരളത്തിൻ്റെ ജനതകളിലേക്ക് പകർന്നു നൽകുകയും ആ ഒരു പുതിയ സംസ്കാരത്തിലേക്ക് കൊച്ചു കേരളത്തെ കൊണ്ടെത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നാളുകളിൽ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു പുതിയ സംസ്കാരങ്ങളിലേക്ക്, സമ്മിശ്ര സംസ്കാരങ്ങളിലേക്ക്, ജാതിയില്ലാത്ത മതമില്ലാത്ത ഒരു സംസ്കാരങ്ങളിലേക്ക്, പുതിയ തൊഴിൽ സാധ്യതകളിലേക്ക് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല കൊണ്ട് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഇന്ത്യയിൽ തന്നെ ലോകത്തിന് തന്നെ ഏറ്റവും നല്ല മാതൃകയായിട്ട് നമ്മുടെ ആരോഗ്യ മേഖല ഇന്ന് മാറി എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഇന്നൊരു പക്ഷേ നമുക്കാർക്കും തന്നെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ്. നമ്മുടെ ധർമാസ്പത്രികളെന്ന് കൊളോണിയൽ ഭരണകാലത്ത് വിശേഷിപ്പിച്ചിരുന്ന സർക്കാർ ആസ്പത്രികളും മെഡിക്കൽ കോളേജുകളും അവയവ ശാസ്ത്രക്രിയ വരെ പാവപ്പെട്ടവർക്ക് ചികിത്സാ കേന്ദ്രങ്ങളാക്കി മാറ്റി മാറാ രോഗങ്ങളെയും നടപ്പ് ദിനങ്ങളെയും പിടിച്ചുകെട്ടാൻ ആരോഗ്യ മേഖലയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആരോഗ്യ സംരക്ഷണത്തിൽ WHO ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാൻ ഈ കൊച്ചു കേരളത്തിന് സാധിച്ചു എന്നുള്ളത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാണ്. ആക്ഷേപങ്ങളല്ല വേണ്ടത്, തീർച്ചയായിട്ടും പരിഹാരങ്ങളും ആവശ്യങ്ങളും എല്ലാം തന്നെ ഇനിയും നിറവേറ്റപ്പെടാനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ മുന്നിൽ നിൽക്കുമ്പോഴും ലോക നിലവാരത്തിലേക്ക് തന്നെ ഉയർന്നു വരുന്ന ആസ്പത്രികളായിട്ട് PHC മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ആസ്പത്രികളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴി ഏറ്റവും വലിയ ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഗവൺമെൻറ്റുകളാണ് ഈ രണ്ട് ഗവൺമെൻറ്റുകൾ എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ ഈ കാലയളവിൽ സാക്ഷ്യം വഹിച്ചു എന്നുള്ളത് പട്ടയം വിതരണത്തിലൂടെ തന്നെ 1,21,604 പേർക്ക് പട്ടയം കൊടുക്കാൻ ഏറ്റവും പാവപ്പെട്ട അടിസ്ഥാന ജനവിഭാഗങ്ങളായിട്ട് സ്വന്തമായിട്ട് വീട് എന്ന് പറയുന്നതും സ്വന്തമായിട്ട് ഭൂമി എന്ന് പറയുന്നതും ഇല്ലാതായിട്ടുള്ള 10,000 ആളുകൾക്ക് വീടും 2 ലക്ഷത്തിൽ പരം വരുന്ന ആളുകൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീട് വെച്ച് കൊടുത്തുകൊണ്ട് വലിയൊരു മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഈ ഗവൺമെൻറ്റിന് നാളുകളിൽ എല്ലാവർക്കും ഇടം നൽകുന്ന ഒന്നായിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മാറ്റപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതെല്ലാം ഇല്ലാതായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുമ്പോഴും സ്വന്തം ഇടങ്ങളിലേക്ക്, മണ്ഡലങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള നാളുകളിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന്, ഭൗതിക സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, പാശ്ചാത്തല സൗകര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെയൊക്കെ തന്നെ എടുത്തു കളയുവാൻ ഒരു ഘട്ടത്തിലും ആർക്കും കഴിയാത്ത രീതിയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സീപ്ലെയിൻ പദ്ധതിയും അതുപോലെ തന്നെ ബ്ലൂ എക്കണോമിയിലൂടെ എല്ലാം തന്നെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളായിട്ടുള്ള മത്സ്യമേഖലയെല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് ഭക്ഷണം നൽകുന്നതിന്, വിദ്യാഭ്യാസം നൽകുന്നതിന്, വീട് വെച്ച് കൊടുക്കുന്നതിന് പുനഃഗ്രഹം പദ്ധതിയിലൂടെ തന്നെ ഈ കൊച്ചു കേരളത്തിലെ എല്ലാവർക്കും എല്ലാം സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റായിട്ട് ഈ ഗവൺമെൻറ് മാറിയില്ലേ എന്ന് സ്വയം പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. വിമർശനങ്ങൾ അനിവാര്യമാണ് എന്ന് പറയുമ്പോഴും തെറ്റുകൾ ഉണ്ട് എന്ന് ഞങ്ങൾ തിരുത്തപ്പെടുമ്പോഴും ഒക്കെ തന്നെ നിങ്ങൾ പറയേണ്ടത് ഇന്നലകൾ എന്തായിരുന്നു എന്നും നാളെകളിൽ എന്തായിരിക്കുമെന്നുള്ള ചിന്തകളോടുകൂടി തന്നെ മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തങ്ങൾക്ക് കിട്ടിയ അർജുന അവാർഡും പത്മശ്രീയും പത്മഭൂഷണും അടക്കം ബ്രിജിഭൂഷൺ എന്ന RSSകാരൻ്റെ ക്രൂരാക്രമണത്തിന് മുന്നിൽ അടിയറ വെച്ചപ്പോഴും കേരളത്തിൻ്റെ കായിക രംഗം അതിൻ്റെ തനത് തുറസുകൾ വെട്ടിത്തുറന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായിട്ട് മുന്നോട്ട് പോവുകയാണ് സാർ. കായിക രംഗത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ പഠിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനകളെല്ലാം തന്നെ തൃണവൽക്കരിച്ചുകൊണ്ട് തന്നെയാണ് സ്വയം പര്യാപ്തതയിലേക്ക് കാർഷിക മേഖല മാറ്റപ്പെടുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിൽ
നിൽക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ കാർഷിക മേഖല എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണകളുള്ള ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. പക്ഷേ സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ എല്ലാം തന്നെ കേരളത്തിന് മാറ്റം സ്വയം പര്യാപ്തതയിലേക്ക് നാളെ നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തോടെ പുറത്തു ലോകത്തു നിന്നുള്ള ഭക്ഷണങ്ങൾക്കുപരിയായിട്ട് നമ്മുടേതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ കൊച്ചു കേരളത്തെ മാറ്റിയെടുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കേന്ദ്ര സർക്കാർ സംവരണ തത്വങ്ങളെല്ലാം തന്നെ മാറ്റി എഴുതിക്കൊണ്ട് പാവപ്പെട്ട പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് നാളുകളിൽ സംവരണം അനുവദിക്കപ്പെടാത്ത രീതിയിലേക്ക് ബ്രാഹ്മണിക്കൽ അജണ്ട നടപ്പിലാക്കപ്പെടുമ്പോൾ ഇന്നലകളിൽ എങ്ങനെയായിരുന്നോ സാധാരണപ്പെട്ട അടിസ്ഥാന ജനവിഭാഗങ്ങൾ ആ രീതിയിലേക്ക് ഈ കേരളത്തിൻ്റെ ജനതയെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ടുള്ള നയപരിപാടികളുമായിട്ടാണ് ഈ ഗവൺമെൻറ് ഹോം പദ്ധതിയും അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഭൂമിയും സേഫ് പദ്ധതിയും എംപവർമെന്റും പഠന മുറിയും അടക്കം നടത്തിക്കൊണ്ട് ഈ കേരളത്തിന് വലിയൊരു മാറ്റത്തിന് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. സാർ, എല്ലാറ്റിനുപരി കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണം പോലും മുടക്കാൻ ശ്രമിക്കുന്ന, കർഷകരുടെ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുന്ന, പാചകവാതത്തിന് വില വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ റേഷൻ അരി പോലും നിഷേധിക്കാൻ അഭിലിഷിതമായ കേരളത്തെ ക്രൂരമായ രാഷ്ട്രീയ വിഭജനത്തിൽ അവഗണിക്കുന്ന കേന്ദ്ര അവഗണനയോടല്ല പ്രതിപക്ഷത്തിന് ശത്രുത തോന്നുന്നത് കേരളത്തോടാണ്. മതപുരോഹിതർ പാർലമെന്റിൽ ഉദ്ഘാടനം ചെയ്യുകയും പ്രധാനമന്ത്രി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സാർ, രാഷ്ട്രീയ അധികാരത്തിനുമേൽ മതാധികാരം ആധിപത്യം നേടുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ വഴി ഫാസിസത്തിൻ്റെതാണ്, തീവ്ര ഫാസിസത്തിൻ്റെതാണ്. കടന്നു ചെല്ലുമ്പോൾ ഹോൾ കാസ്റ്റിലേക്കുള്ള ബസ്സിൽ സൈഡ് സീറ്റിന് വേണ്ടി മത്സരിക്കുന്നവരാകരുത് മലയാളികൾ. ഇത്രയേ എനിക്ക് പ്രതിപക്ഷത്തോട് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ഇ. ചന്ദ്രശേഖരൻ അവതരിപ്പിച്ച ചർച്ചയെ പിന്താങ്ങുന്നു.